ഗൈസ്, ഞങ്ങളെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇംഗ്ലീഷ് ഗെയിം വീഡിയോ ആണ്. ഇന്ന് നമ്മൾ മീൽക്കുട്ടീനെ പരീക്ഷിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ഇത്രയും ദിവസം പഠിച്ച 3 ടെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 ക്വസ്റ്റ്യൻസിനും കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ മീൽക്കുട്ടിക്ക് നമ്മൾ ഇന്ന് ഒരു അടിപൊളി സമ്മാനം കൊടുക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ സമ്മാനമില്ല. ഓക്കെ, മീൽക്കുട്ടി വളരെ കൃത്യമായിട്ട് ആൻസർ പറയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ചിലപ്പോൾ നമ്മൾ സഹായിക്കേണ്ടി വരും, കുഴപ്പമില്ല, സഹായിച്ചു കൊടുക്കാം. പക്ഷേ ഏകദേശമൊക്കെ ഒരു 10 എണ്ണത്തിൽ 8 എണ്ണമെങ്കിലും ശരിയായാൽ നമുക്ക് സമ്മാനം കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഞാൻ എന്താ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് മൊബൈലിൽ വന്നിട്ടുണ്ട്. മിൽക്കുട്ടിക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതുകയാണെങ്കിൽ മിൽക്കുട്ടി ഓടി വന്നിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ആദ്യം തന്നെ നോക്കും. എന്നിട്ട് ഏകദേശം പുള്ളിക്കാരി ആൻസറൊക്കെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അത് വേണ്ട. ഇന്ന് നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് മിൽക്കുട്ടീൻ്റെ അടുത്ത് ഇപ്പൊ ചോദിച്ചു നോക്കാം. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ചോദിക്കാൻ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം. ശരിക്കും ആലോചിച്ചിട്ട് ഉത്തരം പറയണം. ഓക്കെ, അറിയില്ലെങ്കിൽ ഹെൽപ്പിന് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്താണോ അതിന് നെഗറ്റീവായിട്ട് പറഞ്ഞാൽ പോയിട്ടില്ല എന്ന് കിട്ടും ഗൈസ്. എങ്ങനെ പറയും? ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല. I have not gone to ടെമ്പിൾ. യെസ്, റൈറ്റ് ആൻസർ. അപ്പോൾ 1 മാർക്കായി. അപ്പോൾ 1 കേട്ടോ. മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേട്ടോ. അടുത്തത്, അവൾക്ക് ഒരു കാർ ഉണ്ടായിരുന്നു. ഇപ്പൊ അവക്കില്ല, അവക്ക് മുന്നേ ഒരു കാർ ഉണ്ടായിരുന്നു. എങ്ങനെ പറയും? ഉണ്ടായിരുന്നു. അവൾക്ക്, ഞാൻ പറഞ്ഞ ശരിക്കും കൃത്യമായിട്ട് ആലോചിക്കണം. അവൾക്ക് ഒരു കാർ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, തെറ്റാണ് പറയുന്നത്. അത് ആദ്യം ശരിയല്ല പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ധൃതിയിൽ പറഞ്ഞാൽ തെറ്റിപ്പോവും. അല്ലെങ്കിൽ അതിനെ ശരിയാവുള്ളൂ കേട്ടോ. ആ ഓക്കെ, നമുക്ക് മാർക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ, 2 മാർക്ക്. ആലോചിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ കിട്ടില്ല കേട്ടോ. തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തെറ്റി തന്നെ ഞാൻ പറഞ്ഞുതരാം. അടുത്തത്, നിങ്ങൾക്ക് നാളെ മീറ്റിംഗ് ഉണ്ടാകുമോ? ഉണ്ടാകും എന്നുള്ള ഓക്സിലറി ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിൽ നിന്നും മീറ്റിംഗ് ഉണ്ടാകുമോ? മീറ്റിംഗ് പറഞ്ഞ പോലെ നാളെ. tomorrow. Yes, will you have meeting tomorrow? അപ്പോൾ 3 മാർക്ക് ഗൈസ്, 3 മാർക്ക് കിട്ടി. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ. അവൻ ഒരു വർക്ക് ഈ ഫ്രണ്ടിക്ക് അല്ലെങ്കിൽ കാണില്ല. അവൻ ഒരു വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല. ഒരു വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടാവും നമ്മൾ ആദ്യം വിചാരിക്കുക. എന്നിട്ട് അതിനെ നോട്ടാക്കുക. അപ്പൊ അവൻ ഒരു വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല എന്നാവും. പൂർത്തിയാക്കുക എന്നുള്ള വാക്ക് ഏതാ? കംപ്ലീറ്റഡ്. അവൻ, ഞാൻ പറയണത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ ഒരു വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല. He will not have completed the work. അവനൊരു വർക്ക് അല്ലെങ്കിൽ ആ വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല. 4 മാർക്ക് ഗൈസ്. അപ്പൊ 4 മാർക്ക് കിട്ടി മിൽക്കുട്ടിക്ക്. അടുത്ത് 5ാമത്തെ ക്വസ്റ്റ്യൻ. അവൻ ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നോ? അവനാണ് ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു എന്നുള്ള ഓക്സിലറി വെർബ് ആലോചിക്കുക. ആ ഓക്സിലറി വെർബിൽ നിന്നും തുടങ്ങണം. ആ ഓക്സിലറി വെർബിനെ പുറത്തേക്ക് ഇടണം. അപ്പൊ എങ്ങനെ വരും? ഉണ്ടായിരുന്നോ എന്നാണ്. അവൻ ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ ചോദ്യമാണ്. ചോദ്യത്തിൽ തുടങ്ങണം. ചോദ്യം ഓക്സിലറി വെർബിൽ തുടങ്ങണം. ഉണ്ടായിരുന്നോ? അവൻ ഡൽഹി പോയിട്ടുണ്ടായിരുന്നോ? gone to Delhi. ഓക്കെ,
അതായത് മിൽക്കുട്ടി ആലോചിക്കുന്നില്ല, അതാണ് പ്രശ്നം. നമ്മൾ ചോദ്യം പറയുമ്പോഴേക്കും ഉത്തരം ചാടി കയറി പറയാണ്. അപ്പൊ നമ്മൾ വളരെ ആലോചിച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടുള്ളൂ. അറിയണതാണ് നമ്മുടെ കാര്യമില്ല. ഇത് ക്വസ്റ്റ്യൻ ആണോ, സ്റ്റേറ്റ്മെന്റ് ആണോ, നെഗറ്റീവ് ആണോ എന്നൊക്കെ കൃത്യമായിട്ട് ആലോചിച്ചിട്ട് വേണം പറയാനായിട്ട്. അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല, എടിപിടി ചാടിയിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം ഇത് ക്വസ്റ്റ്യൻ ആണോ, സ്റ്റേറ്റ്മെന്റ് ആണോ, നെഗറ്റീവ് ആണോ എന്നൊക്കെ കൃത്യമായിട്ട് ആലോചിക്കണം, എന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ എത്രയായി? 5 മാർക്കായി. അടുത്ത ഗൈസ്, 6ാമത്തെ ചോദ്യം. ഞാനൊരു മൊബൈൽ ഫോൺ മേടിച്ചിട്ടുണ്ട്. ഞാനൊരു മൊബൈൽ ഫോൺ മേടിച്ചിട്ടുണ്ട്. ഉണ്ട്, ആ, മേടിക്കുക, മേടിച്ചിട്ടുണ്ട്. I have bought a mobile phone. I have bought a mobile phone. കറക്റ്റ് ആൻസർ ആണ്. 6 മാർക്ക് കിട്ടി ഗൈസ്. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. 7ാമത്തെ നമ്മൾ ഒരാളെ പേര് വെച്ചിട്ടാ പറയുന്നത് കേട്ടോ. ഇപ്പൊ മേരി എന്ന് പറയുന്ന ഒരാളാന്ന് വിചാരിച്ചോ. മേരി എന്നുള്ള പേരാണ്. മേരി SSLC പാസ്സായിട്ടുണ്ടായിരുന്നു. പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പൊ പാസ് എന്നുള്ള വാക്കിന്റെ 3ാമത്തെ രൂപം ആലോചിക്കണം, എന്നിട്ട് ഉണ്ടായിരുന്നു എന്ന് ചേർക്കണം. ആ, നീ പാസ്സായിട്ടുണ്ടായിരുന്നു എന്നാ പറയണ്ടേ. പാസ് പറയുമ്പോ പാസ്റ്റ്. മേരി SSLC പാസ്സായിട്ടുണ്ടായിരുന്നു, എങ്ങനെ പറയും? മേരി ഹാഡ് പാസ്റ്റ്. പറഞ്ഞോ? പാസ്റ്റ് മിൽക്കുട്ടിക്ക് അറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ ഈ വെർബ് പറയുന്നത്. മേരി ഹാഡ് പാസ്ഡ് SSLC. അത് കുഴപ്പമില്ല. അത് ഹാഡ് ആണോ, ഹാസ് ആണോ, ഹാവ് ആണോ എന്ന് മാത്രമേ അവിടെ നമ്മൾ കറക്റ്റ് ആണ്. അത് ശരിയായാൽ മതി. പിന്നെ പാസ്ഡ് എന്നുള്ള വാക്ക് നിനക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യല് നിർബന്ധമാണ്. അടുത്തത് ഗൈസ്, 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ പറഞ്ഞത്. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഞങ്ങൾ നാളെ ഊട്ടിയിൽ പോകും. ഇത് നമ്മളിപ്പോ പഠിച്ച ഇത്. ഐ വിൽ ഗോ ടു ഊട്ടി ടുമോറോ അല്ലേ? ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു വില്ല് വെച്ചുള്ള ക്വസ്റ്റ്യൻ ഇടയ്ക്ക് കയറ്റി കൊടുത്താണ്. മിലു എങ്ങനെ പറയുന്ന അറിയാൻ വേണ്ടി ചെയ്താണ് കേട്ടോ. അപ്പൊ അത് കറക്റ്റ്. അപ്പൊ 8ാമത്തെ ക്വസ്റ്റ്യൻ ശരിയായി. അടുത്ത ഗൈസ്, 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഇന്നലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. ഇത് എന്തായാലും തെറ്റിപ്പോവും. ഉണ്ടായിരുന്നു എന്നുള്ളതിനെ നമ്മൾ അതിന്റെ വാക്ക് കണ്ടുപിടിച്ച് അതിന്റെ ഉള്ളിൽ ഒരാൾ ഒളിഞ്ഞു കിടപ്പുണ്ട്, അതിന്റെ കൂടെ നോട്ട് ഇട്ടിട്ട് വേണം പറയാൻ. ഇത് ടാസ്ക് ആണ്. ഇതെന്തായാലും മിൽക്കുട്ടി പറയാൻ സാധ്യതയില്ല, മറന്നു പോയിട്ടുണ്ടാവും. ആദ്യം തന്നെ പോസിറ്റീവ് പറ. എനിക്ക് ഇന്നലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു എന്ന് പറ. ഡ്യൂട്ടി യെസ്റ്റർഡേ. ഇനി ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് നോട്ട് ഇടാൻ പറ്റൂല. ഹാഡിന്റെ ഉള്ളിൽ ഒരു വേറൊരു സാധനം ഒളിഞ്ഞിടപ്പുണ്ട്, അതിന്റെ കൂടെ നോട്ട് ഇട്ടിട്ട് പറയണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഹാഡ് എങ്ങനെ ഉണ്ടാക്കി ജി പറ. എന്തൊക്കെ കൂട്ടിട്ടാ ഹാഡ് ഉണ്ടാക്കി? ഞാൻ ഓൾറെഡി പറഞ്ഞെന്നാ. രണ്ട് വാക്ക് കൂട്ടിയിട്ടാണ് ഹാഡ് ഉണ്ടാക്കിയത്. ഏതൊക്കെ കൂട്ടിയുള്ളത്? അത്രേ ഉള്ളൂ. ഹാവ് ഡിഡും കൂട്ടിയിട്ടാണ് ഹാഡ് ഉണ്ടാക്കിയത്. അപ്പൊ അതില് ഡിഡ് യു അല്ല, ഡിഡ് നോട്ട്. ഡ്യൂട്ടി എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതന്നെ കറക്റ്റ് ആണ്. പറഞ്ഞാ മതി. അല്ല, ഡിഡ് നോട്ട് കഴിഞ്ഞിട്ട് എന്തൊക്കെ കൂട്ടിയിട്ടാണ് ഇത് ഹാഡ് ആയത്? അപ്പൊ ഹാവ് കളയാൻ പാടില്ല. I did not have duty yesterday. എനിക്ക് ഇന്നലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. ശരിയാണ്. 9 മാർക്ക്. അവസാനത്തെ ക്വസ്റ്റ്യൻ. ഈ ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. അവൾക്കൊരു സ്കൂട്ടി ഉണ്ട്. അവൾക്കൊരു സ്കൂട്ടി ഉണ്ട്. സ്കൂട്ടി നമ്മളെ ഇതില്ലേ? മതി. അവൾക്കൊരു സ്കൂട്ടി. ഞാൻ പറയണ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. അവൾക്ക് ഒരു സ്കൂട്ടി ഉണ്ട്. എന്ത് പറഞ്ഞാലും എന്ന് മാത്രമേ വാക്ക് വരുള്ളൂ. അവളാണോ, അവനാണോ, അവറാണോ ഒന്നും നോക്കൂല. ഒക്കെ ഐയിൽ വെച്ച് കാച്ചിക്കോളൂ. അറിയാത്തോണ്ടല്ല, ശ്രദ്ധിക്ക്. അവൾക്കൊരു സ്കൂട്ടി ഉണ്ട്.
സ്കൂട്ടി. അത്രേ ഉള്ളൂ. ഷീ ഹാസ് എ സ്കൂട്ടി. അതിപ്പോ ആ ഹാസ് പറയാൻ വേണ്ടിട്ട് ഞാൻ ഈ അവൾ എന്ന് പറയുന്ന സബ്ജക്ട് വെച്ച് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. കാരണം ഐ ആണെങ്കിൽ ഹാവ് ആണ് പറയാം, ഐ ഹാവ് എ സ്കൂട്ടി എന്ന് പറയും. അവളാണെങ്കിൽ ഷീ ഹാസ് എ സ്കൂട്ടി എന്ന് തന്നെ പറയണം. അതിനുവേണ്ടി ആ ചോദ്യം തന്നെ ഞാൻ മിൽക്കുട്ടിയോട് ചോദിച്ചേ. എന്താ എനിക്ക് പണിഷ്മെന്റ്? അത് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പത്തെ കളിയില്. അതൊക്കെ തുടക്കത്തിലായിരുന്നു പണിഷ്മെന്റ്. ഇപ്പൊ ഞാൻ ഫുള്ള് ഹെൽപ്പ് ചെയ്തിട്ട് ഇത്രയും ക്വസ്റ്റ്യനും പറയിപ്പിച്ചിട്ട് ഇനി പ്രൈസും കൊടുക്കാൻ പോകുന്നിട്ട് ഞാൻ പണിഷ്മെന്റും വാങ്ങണം അല്ലേ? അയ്യടാ, ആ പുല്ല് കേട്ടിട്ടില്ല. ഇങ്ങോട്ട് നിൽക്ക്. ഞങ്ങളെ ചക്ക ഉണ്ടോ? ചക്ക ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിപ്പോ ഒരു 2 ആഴ്ച കൊണ്ട് ഇയാള് വിളഞ്ഞ് പുറത്ത് അപ്പൊ ചാടില്ല, നമുക്ക് പുറത്തെടുക്കാനുള്ള അവസ്ഥയാകും. ചക്കൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഓരോന്നും ഉണ്ടായി വരുന്നുള്ളൂ. താഴൊക്കെ ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ചക്കയുടെ ഹാർവെസ്റ്റിംഗ് വീഡിയോ നമുക്ക് പിന്നീട് ഒരിക്കൽ ചെയ്യാം കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മളെ മിൽക്കുട്ടിക്ക് ഇന്നത്തെ ഗിഫ്റ്റ് മാംഗോ ബാറാണ്. ഇന്നത്തെ ഗിഫ്റ്റ് ചെറിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ. പക്ഷെ ഇത്രയൊക്കെ മതി. ഇതിലും വലിയ ഗിഫ്റ്റുകൾ നമ്മൾ പലതും മിൽക്കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇന്ന് മാംഗോ ബാറിലാണ് ഇന്നത്തെ പ്രൈസ് ഉറപ്പിച്ചിരിക്കുന്നത് കേട്ടോ. മറ്റേത് എൻ്റെ പോക്കറ്റ് ഡെയിലി കാലിയായിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എനിവേ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.